function, if m comma n are positive, then the definite integral 0 to 1 x raised to m minus 1 minus x the whole raised to n minus 1 dx, which is a function of m and n, is called the beta function and is denoted by beta mn. Thus, beta mn is equal to 0 to 1 x raised to m minus 1 minus x the whole raised to n minus 1 dx, m greater than 0, n greater than 0. ബീറ്റ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എമ്മും എന്നും രണ്ട് ഇൻഡിജേഴ്സ് ആണ്, ഇത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എ ടു ബി സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 0 to 1 x raised to m minus 1 minus x the whole raised to n minus 1 dx ആണ്, which is a function of m and n. ഇതിനെ പറയുന്നതാണ് ബീറ്റ ഫംഗ്ഷൻ. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റ mn. Beta mn is equal to 0 to 1 x raised to m minus 1 minus x the whole raised to n minus 1 dx, m greater than 0, n greater than 0. First property, the function beta mn is symmetric in its parameters or arguments, that is beta mn is equal to beta nm. First property എന്ന് പറയുന്നത് symmetric property ആണ്. ബീറ്റ എം എൻ സീക്വൽ ടു ബീറ്റ എൻ എം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന്റെ പ്രൂഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബീറ്റ ബൈ ഡെഫിനേഷൻ ഓഫ് ബീറ്റ എം എൻ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ എം എൻ സീക്വൽ ടു 0 to 1 x raised to m minus 1 minus x the whole raised to n minus 1 dx, m greater than 0, n greater than 0. ഇക്വേഷൻ 1. ഇവിടെ ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. put x is equal to 1 minus y. x equal to 1 minus y ആണെങ്കിൽ dx is equal to എന്തായിരിക്കും? മൈനസ് dy ആണ്. പിന്നെ ലിമിറ്റ് ചേഞ്ച് ആവും. x 0 ആണെങ്കിൽ y 1 ആണ്. അതുപോലെ x 1 ആണെങ്കിൽ y 0 ആണ്. അപ്പൊ ബീറ്റ എം എൻ സീക്വൽ ടു ഇന്റഗ്രൽ 1 to 0 x എന്ന് പറഞ്ഞാൽ 1 minus y the whole raised to m minus 1 into 1 minus of 1 minus y എന്ന് വരും 1 minus 1 plus y the whole raised to n minus 1. dx എന്ന് പറയുന്നത് എന്താണ്? മൈനസ് dy. ഈ മൈനസ് ഇന്റഗ്രൽ 1 to 0 y raised to n minus 1 minus y the whole raised to m minus 1 dy. ഇനി നിങ്ങൾ ലിമിറ്റിൽ ഒരു പ്രോപ്പർട്ടിയാണ്, മൈനസ് ചേഞ്ച് ആവുമ്പം ഈ ലിമിറ്റും ചേഞ്ച് ആവും. ഇപ്പൊ ഇന്റഗ്രൽ 0 to 1 y raised to n minus 1 minus y the whole raised to m minus 1 dy. അത് ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്? ഇന്റഗ്രൽ എ ടു ബി ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇന്റഗ്രൽ ബി ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇനി വൈനെ റീപ്ലേസ് ചെയ്ത് എക്സിലോട്ട് മാറ്റണം. ഇപ്പൊ ഇന്റഗ്രൽ 0 to 1 x raised to minus 1 x raised to n minus 1 minus x the whole raised to m minus 1 dx. അപ്പൊ ബീറ്റ എം എൻ ഈക്വൽ ടു ബീറ്റ എൻ എം ആണ്. ബീറ്റ എൻ എം ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബീറ്റ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സർക്കുലർ ഫംഗ്ഷൻ. സർക്കുലർ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. ഇപ്പൊ സർക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്നതെല്ലാം സർക്കുലർ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ബീറ്റ ഫംഗ്ഷനെ നമ്മൾ സർക്കുലർ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരണം. അപ്പം വീണ്ടും ബീറ്റ എമ്മിന്റെ ഡെഫിനേഷനിലോട്ട് വരാം. ബീറ്റ എമ്മിന്റെ ഡെഫിനേഷൻ എന്തായിരിക്കും? ഇന്റഗ്രൽ 0 to 1 x raised to m minus 1 minus x the whole raised to n minus 1 dx, m greater than 0, n greater than 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. put x is equal to sin square theta. x equal to sin square theta ആണെങ്കിൽ dx എന്തായിരിക്കും? 2 sin theta cos theta d theta. ഈ ലിമിറ്റ് ചേഞ്ച് വരും. x 0 ആവുമ്പോൾ തീറ്റ എന്തായിരിക്കും? 0. sin inverse 0 എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ x 1 ആണെങ്കിലോ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? sin inverse 1 ആണ്, pi by 2. ബീറ്റ എം എൻ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 2 sin square theta the whole raised to m minus 1 into 1 minus sin square theta the whole raised to n minus 1. ഇനി dx എന്ന് പറയുന്നത് എന്താണ്? 2 sin theta cos theta d theta is equal to 2 into integral 0 to pi by 2 sin raised to ഈ 2 into m minus 1 അല്ലേ, അത് 2m minus 2 എന്ന് വരും. അപ്പൊ sin raised to 2m minus 2 theta. ഇനി 1 minus sin square theta the whole raised to n minus 1. 1 minus sin square theta എന്ന് പറയുന്നത് cos square theta ആണ്. അപ്പൊ cos square theta the whole raised to n minus 1 ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. cos raised to 2n minus 2 into theta. പിന്നെ sin theta cos theta t theta.
So therefore beta mn is equal to 2 into integral 0 to pi by 2 sin raised to a raised to m into a raised to n അറിയാലോ, a raised to m plus n ആണ്. അപ്പോൾ sin raised to 2m minus 2 into theta into sin theta എന്ന് പറയുന്നത് sin raised to 2m minus 1 into theta into cos raised to 2n minus 1 into theta t theta. അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബീറ്റ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സർക്കുലർ ഫംഗ്ഷൻ ആണ്. ഇപ്പം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ റിസൾട്ട് ആയിട്ട് അതിന് മാറ്റി എഴുതിയല്ലോ ബീറ്റ എം എൻ, അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. The third property, the beta s function can be expressed as an infinite integral. അപ്പോൾ ഇവിടെ അതുപോലെ ബീറ്റ എം ന്റെ ഡെഫിനിഷൻ എഴുതണം. ഇന്റഗ്രൽ 0 to 1 x raised to m minus 1 1 minus x the whole raised to m minus 1 dx m greater than 0 n greater than 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. put x is equal to 1 by 1 plus y. x equal to 1 by 1 plus y ആണെങ്കിൽ dx എന്ന് പറയുന്നത് എന്തായിരിക്കും? minus 1 by 1 plus y the whole square into dy. ഇവിടെ ലിമിറ്റ് ചേഞ്ച് ആവും. x 0 ആണെങ്കിൽ y യുടെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആണ്. y is equal to ഇൻഫിനിറ്റി. അതുപോലെ x 1 ആണെങ്കിൽ y is equal to എന്തായിരിക്കും വരുന്നത്? 0 ആണ്. ബീറ്റ എം എൻ is equal to ഇന്റഗ്രൽ ഇൻഫിനിറ്റി to 0 1 by 1 plus y the whole raised to m minus 1 into 1 minus 1 by 1 plus y the whole raised to n minus 1 into minus 1 by 1 plus y the whole square dy is equal to minus അങ്ങ് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 ഇനി 1 raised to m minus 1 എന്ന് പറയുന്നത് 1 ആണ്. 1 divided by 1 plus y the whole raised to m minus 1. ഇനി ആ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1 plus y minus 1 divided by 1 plus y the whole raised to n minus 1 into dy by 1 plus y the whole square is equal to ഇനി നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് തന്നെയാണ്. മൈനസ് ചേഞ്ച് ആവുമ്പോൾ ലിമിറ്റും അങ്ങ് ചേഞ്ച് ആവും. ഇന്റഗ്രൽ 0 to infinity y raised to n minus 1 divided by 1 plus y the whole raised to m minus 1 into 1 plus y the whole raised to n minus 1 into 1 plus y the whole square. That is beta mn is equal to integral 0 to infinity y raised to n minus 1 divided by 1 plus y the whole raised to m plus n to dy. Next one, relation between beta and gamma function. ഇത് ഇമ്പോർട്ടന്റ് ഒരു പ്രോപ്പർട്ടി ആണ്. ബീറ്റ എം എൻ ഈക്വൽ ടു ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ. ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇവിടെ അതുപോലെ ആദ്യം ഗാമ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതണം. We know that gamma m is equal to integral 0 to infinity e raised to minus x x raised to m minus 1 dx m greater than 0. m greater than 0. ഇവിടെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. put x is equal to y square. x equal to y square ആണെങ്കിൽ dx എന്തായിരിക്കും? 2y dy. ഇവിടെ ലിമിറ്റ് ചേഞ്ച് ആക്കണം. x 0 ആണെങ്കിൽ y എന്തായിരിക്കും? 0 ആണ്. അതുപോലെ x ഇൻഫിനിറ്റി ആണെങ്കിലോ y is equal to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഗാമ m is equal to integral 0 to infinity e raised to minus y square the whole raised to m minus 1 into 2y dy is equal to twice into integral 0 to infinity e raised to minus y square y raised to 2m minus 2 into y dy is equal to twice into integral 0 to infinity e raised to minus y square y raised to a raised to into a raised to എന്നാണ്. അപ്പോൾ y raised to 2m minus 2 into y എന്ന് പറയുന്നത് y raised to 2m minus 1 into dy. ഇത് ഗാമ എമ്മിന്റെ വാല്യൂ ആണ്. അതുപോലെ സിമിലർലി ഗാമ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? twice into integral 0 to infinity e raised to minus x square x raised to 2n minus 1 into dx. ഇത് ഗാമ എം ഇൻറ്റു ഗാമ എൻ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 into integral 0 to infinity e raised to minus y square y raised to 2m minus 1 into dy integral 0 to infinity e raised to minus x square x raised to 2n minus 1 into dx is equal to 4 into double integral ആണ്. integral 0 to infinity e raised to minus of x square plus y square x raised to 2n minus 1 y raised to 2m minus 1 dx dy. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മൾട്ടിപ്പിൾ ഇന്റഗ്രൽ ആ ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ പോളാർ ഇന്റഗ്രൽ ഇവിടെ നോക്കുവാണെങ്കിൽ x² plus y² ആണ്.
നമുക്ക് പോളാർ ഇന്റഗ്രലിൽ നമ്മൾ എപ്പോഴും പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പുട്ട് x is equal to r cos theta, y equal to r sin theta ആണ്. അപ്പോൾ x square plus y square എന്തായിരിക്കും? r square into cos square theta plus sin square theta is equal to r square ആണ്. അങ്ങനെയാണെങ്കിൽ dx dy എന്തായിരിക്കും? r into dr d theta ആണ്. ഇത് x square plus y square എന്ന് പറയുന്നത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എപ്പോഴും തീറ്റയുടെ റേഞ്ച് 0 to π/2 ആയിരിക്കും. അതുപോലെ ആറിന്റെ റേഞ്ച് 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഗാമ എം ഇൻറ്റു ഗാമ എൻ എന്തായിട്ട് മാറും? 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus of x square plus y square x raised to 2n minus 1 y raised to 2m minus 1 into dx dy is equal to 4 into integral 0 to π/2 integral 0 to infinity e raised to minus r square r cos theta the whole raised to 2n minus 1 into r sin theta the whole raised to 2m minus 1 r dr d theta is equal to 4 into integral 0 to π/2 integral 0 to infinity e raised to minus r square r raised to a raised to m the whole raised to n എന്ന് പറയുന്നത് a raised to m into n ആണ്. അങ്ങനെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. r raised to 2n minus 1 the cos raised to 2n minus 1 into theta into r raised to 2m minus 1 sin raised to 2m minus 1 into theta r into dr d theta. Therefore, gamma m into gamma n is equal to twice into integral 0 to π/2 sin raised to 2m minus 1 into theta cos raised to 2n minus 1 into theta d theta into twice into integral 0 to infinity e raised to minus r square r raised to 2 into m plus n minus 1 into dr രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ twice into integral 0 to infinity e raised to minus r square r raised to 2 into m plus n minus 1 into dr എന്ന് പറയുന്നത് ഗാമ എം പ്ലസ് എൻ ആണ്. യൂസിങ് ഗാമയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഗാമ എം പ്ലസ് എൻ ആണ്. ഈ twice into integral 0 to π/2 sin raised to 2m minus 1 into theta cos raised to 2n minus 1 into theta d theta എന്ന് പറയുന്നത് ബീറ്റ ഡെഫിനിഷന്റെ ബൈ യൂസിങ് ബീറ്റ ഡെഫിനിഷൻ ആണ്. ബീറ്റ എം എൻ ആണ്. ബീറ്റ എം എൻ ഇതെല്ലാം എടുത്ത് എന്ത് ചെയ്യണം? ഇക്വേഷൻ 5 കൊടുക്കണം. അപ്പൊ ഗാമ എം ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് ഗാമ എം പ്ലസ് എൻ ഇൻറ്റു ബീറ്റ എം എൻ ആണ്. ഇതിൽ നിന്ന് ബീറ്റ എം എൻ എന്താണ്? ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ.